ഹായ് 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 ഷെമി മാഷാണ്. അപ്പൊ ഇന്നും മാഷ് വന്നത് നമ്മുടെ എക്സാം അങ്ങ് അടുത്തെത്തി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് എങ്ങനെ കൂടുതൽ മാർക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നേടാം എന്നാണ് ഇപ്പോൾ വേണ്ടത് അല്ലേ? അതാണ് നിങ്ങൾക്ക് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മാഷ് ഇന്ന് വന്നത്. നമുക്ക് ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 5 മാർക്കിന്റെ ചോദ്യം പരിചയപ്പെടാം കേട്ടോ. അതിന്റെ കൂടെ ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ചാലഞ്ച് എടുത്തിരുന്നു. കഴിഞ്ഞ വീഡിയോയില് നല്ല നല്ല കമന്റുകൾ ഇടാനും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് ആരുടേതാണോ അയാളുടെ പേര് ഈ വീഡിയോയിൽ വായിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമന്റ് ഏതാന്ന് വെച്ചാല് റീബ്സ് എന്നുള്ള അക്കൗണ്ട് നല്ല കമന്റ് ആണ്. അയാളുടെ കമന്റ് എന്താന്ന് വെച്ചാല് നല്ല വൈബായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് എന്നാണ്. എനിക്ക് അഭിമാനിക്കാനുള്ളതുണ്ട്. അതെ, അയാൾക്ക് ആ കമന്റിനായിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത്. നമുക്കിത് ഈ വീഡിയോന് താഴെയും അതേ ചാലഞ്ച് എടുത്താൽ നിങ്ങൾ നല്ല നല്ല കമന്റുകൾ ഇടുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് ആരുടേതാണോ അയാളുടെ പേര് ഇതിന്റെ അടുത്ത വീഡിയോയിൽ വായിക്കുന്ന കേട്ടോ. അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളെ അറിയിക്കാം. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അറിയിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഓടി വന്നത് കേട്ടോ. അപ്പൊ 5 മാർക്കിന്റെ ആ ചോദ്യം നമുക്കൊന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. എന്താന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ത്രികോണം തന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് പാഠത്തിനുള്ള ചോദ്യമാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ് എന്നുള്ള പാഠത്തിനുള്ള ചോദ്യം കേട്ടോ. ഇതിന്റെ ഏരിയ എങ്ങനെ കാണാം? ഞാന് ഇന്നത്തെ ലൈവിന്റെ പ്രോമോയിൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തന്നിരുന്നു. കുറെ ആൾക്കാർ ചരിത്രം ചെയ്തിരുന്നു കേട്ടോ. ഇതെന്താണ്? ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് വെറും ഒരു ട്രയാങ്കിൾ അല്ല, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, മട്ട ത്രികോണാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിളിക്കുന്നത്? കാരണം ഒരു സൈഡ് നോക്കിയാൽ 90 ഡിഗ്രി ഇങ്ങനെയാണ് നിൽക്കുന്നത്. എന്തോ ഈ 2 സൈഡുകളും നമ്മൾ എന്താ പെർപെൻഡിക്കുലർ ആണ്. ഒന്നിന് കുത്തനെയാണ് മറ്റൊന്ന്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആംഗിള്? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പൊ ഈ 2 സൈഡുകളും എന്താ നമുക്ക് പറയാം? പെർപെൻഡിക്കുലർ സൈഡാന്ന് പറയാം. ഒരു കോണ് 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളിനെ നമുക്ക് എന്ത് വിളിക്കാം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതൊക്കെയാണ്? ഇവ തമ്മിലാണ് ഒന്നിന് കുത്തനെ മറ്റൊന്നായിട്ട് നിൽക്കുന്നത്. ഇവ തമ്മിലാണ് പെർപെൻഡിക്കുലർ. അപ്പൊ ഇതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഈ സൈഡും ആ സൈഡും ആണ് അല്ലെ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണാ? സിമ്പിൾ ആണ്. പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ നീളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാ, അതിന്റെ പകുതി എടുക്കുക. ഏതൊക്കെയാണ് പെർപെൻഡിക്കുലർ സൈഡ്സ്? ഇതും ഇതും. അപ്പൊ ഏതൊക്കെയാണ് പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ നീളങ്ങൾ? 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്റർ ആണ് പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ നീളങ്ങൾ. അപ്പൊ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ നീളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. അതായത് ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ പരപ്പളവ് കിട്ടും. 8 × 12 എന്താണ്? 96. 96ന്റെ പകുതി എന്താണ്? 48. അപ്പൊ 48 ആണ് ഇതിന്റെ ഏരിയ പരപ്പളവ്. 48 എന്ത്? ഇവിടെ നോക്കിക്കേ, പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ നീളങ്ങളെ കൂടെ സെന്റിമീറ്റർ എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഏരിയയുടെ കൂടെ നമ്മൾ എന്താ ചേർക്കുക? അവിടെ സെന്റിമീറ്റർ ആണോ? അല്ല, അവിടെ നമ്മൾ ചേർക്കണം സെന്റിമീറ്റർ സ്ക്വയറിന്. നമ്മൾ 5ാം ക്ലാസ് പഠിച്ചതാണ്. ഏരിയയുടെ കൂടെ സെന്റിമീറ്റർ സ്ക്വയറിന് ചേർക്കും അല്ലെ? സെന്റിമീറ്ററിലുള്ള അളവുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുത്തിട്ടാണ് നമ്മൾ ഏരിയ കണ്ടത്. അപ്പൊ എന്താണ്? 48 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ, ഇതിന്റെ പരപ്പളവ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ നീളങ്ങൾ സെന്റിമീറ്ററിലാണ് തന്നത്, അതുകൊണ്ടാണ് ഏരിയയുടെ കൂടെ സെന്റിമീറ്റർ സ്ക്വയറിന് ചേർത്തത്. ഇനി നീളങ്ങൾ മീറ്ററിലായിരുന്നെങ്കിലോ തന്നത്? മീറ്ററിലാണെങ്കിലോ തന്നത്? അപ്പൊ ഏരിയയുടെ കൂടെ m², അതായത് മീറ്റർ സ്ക്വയറിന് ചേർക്കണം. അപ്പോ ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കാട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തരാം. ഇതിന്റെ ഏരിയ എന്താണ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ അറിയിക്കുക. ഇതൊരു 5 മാർക്കിന്റെ ചോദ്യമാണെന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം കേട്ടോ. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ മാത്രമല്ല, ഒരു സാധാരണ ട്രയാങ്കിളിന്റെയും ഏരിയ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മാച്ച് ലൈവ് വരുന്നത്. എല്ലാവരും നിർബന്ധമായിട്ട് ലൈവ് കാണുക. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠം കേട്ടോ. നമുക്കതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യണം. നമുക്ക് എന്തായാലും ലൈവിൽ കാണാം. ബൈ ബൈ.